അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, CM മടവൂർ എന്ന മാനസിക രോഗിയെ ഒരു വലിയായി കാണുന്നവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗം കുബൂരി സമസ്തക്കാരും. എന്നാൽ ഇതിൽ നിന്നും മുന്നോട്ട് പോയി മടവൂര് കുതുബുൽ ആലമാണെന്നും മുദബ്ബറുൽ ആലമാണെന്നും ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നവനാണെന്നും മടവൂരറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുകയില്ല എന്നും വാദിക്കുന്ന ചില തീവ്ര കുബൂരികൾ കേരളത്തിലുണ്ട്. ആ കുബൂരി വിഭാഗത്തിൽ തന്നെയുള്ള ചില കൊടും വിഷമുള്ള പാതിരി പിശാചുക്കൾ പറഞ്ഞ് മടവൂരിനെ പടച്ചോനാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവസാനം കാര്യങ്ങൾ എത്തിയത്. നമ്മളെല്ലാവരും കേട്ടതാണ്, മടവൂരാരോ പടച്ചോനാണോ, അതെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറക്കിയ പാട്ട്. ഈ പാട്ടിനെ കേരളത്തിലെ ഒരുവിധപ്പെട്ട സമസ്തക്കാരൊക്കെ തള്ളിയപ്പോഴും അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ ഊരാക്കുടുക്കിലായ ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ എന്ന പിഴച്ച വർഗം. ആ കുരുവട്ടൂരികളിലെ കാളകൂട വിഷമായ നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ അവൻ ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതെന്ന് കേൾക്കുക. ഏറ്റവും ഒടുവിൽ വിവാദമായൊരു പാട്ടുമായി ബന്ധപ്പെട്ട് മടവൂരാര പടച്ചോനാണോ, അതെ എന്ന് പറഞ്ഞ് വന്ന പാട്ടുമായി ബന്ധപ്പെട്ട് ഈ പാട്ട് കേൾക്കേണ്ട താമസം ഇത് കുഫറിന്റെ പാട്ടാണെന്നും പാടാൻ പാടില്ലെന്നും പാടിയവൻ കാഫിറാണ് എന്നൊക്കെ ഫത്വകളുണ്ടായി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ അത് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരായി വരുന്നവർ അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. നമ്മളതിന് അഹ്ലുസുന്നയുടെ നിലപാട് പറഞ്ഞു. അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പാട്ട് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആ ശൈലിയിൽ പാടാൻ പാടില്ല. കാരണം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്ക് സാധ്യത വരുന്നത് അല്ലെങ്കിൽ സാദൃശ്യം വരുന്ന സംഭവങ്ങൾ തന്നെ ഉപയോഗിക്കരുത് എന്നാണ് നിലപാട് എന്ന് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് കാഫിറാണെന്നോ ഇത് കുഫറിൻ്റെ വചനമാണെന്നോ പറയാൻ പാടില്ല. നിലപാട് വ്യക്തമാണ്, അത് അംഗീകരിക്കുന്നില്ല, പാടാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ കുഫർ ആരോപണം നടത്താൻ പാടില്ല. കാരണം ആ പാടിയ ആള് തന്നെ ആ പാട്ടിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി തന്നു. അതോടുകൂടി അദ്ദേഹത്തെ പിന്നീട് മുശ്രിക്കാക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. കേട്ടല്ലോ, ഇതാണ് ഇവന്റെ നിലപാട്, ഇവനടക്കമുള്ള ആ കൂടാരത്തിന്റെ നിലപാട്. നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഒരു ഉണ്ടില്ല നിലപാടാണ് അവന്റെ നിലപാട്. ഈ നാടൻ നായിന്റെ ഒക്കെ വാലുമ്പോൾ ഞെണ്ടിറക്കിമാരി ഇങ്ങനെ ഇത് തിന്നാൻ പറ്റിയ മുതലാണ് വിചാരിച്ച് കുറെ കൊണ്ടുവന്ന് നോക്കി. പിന്നെ ഇത് തിന്നാൻ പറ്റൂല, ഇത് നല്ല ഇറക്കൽ വേദന ഉണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് കുടഞ്ഞു നോക്കി. അപ്പൊ കുടഞ്ഞിട്ട് പോകണില്ല, തിന്നാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കുരുവട്ടൂരികൾ ഈ പാട്ട് കൊണ്ട് കുടുങ്ങിയത്. എന്നിട്ട് എന്താണ് ഇപ്പം പറഞ്ഞത്? ഈ പാട്ടിനെ കുറിച്ച് ഷിർക്കും കുഫറും ആരോപിച്ച പേരോടിന്റെ ടീമിന്റെ നിലപാട് ശരിയല്ല, അഹ്ലുസുന്നത്തിന്റെ നിലപാട് അതല്ല. പിന്നെ എന്താ അവന്റെ അഹ്ലുസുന്നത്തിന്റെ നിലപാട് അവൻ പറയാൻ പോവാണ്? എന്ത്? ആ പാട്ട് ആ ശൈലിയിൽ പാടാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെയൊന്നും പാടാനും പാടില്ല. എന്നാൽ പാടിയിൽ തെറ്റുമില്ല, എന്നാൽ പാടിയിൽ കോണവുമില്ല. ആ ശൈലിയിൽ പാടാൻ പാടില്ല. പിന്നെ ഏത് ശൈലിയിലാ ഇവ പാടേണ്ടത്? ആ ഒട്ടകങ്ങൾ വരി വരി വരിയായി ആ ശൈലി പാടിയാൽ പറ്റുമോ? ശൈലിക്കാ പറ്റ പ്രശ്നം തന്നെ. അപ്പൊ ഈ നമുക്കിത് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ. തള്ളിക്കഴിഞ്ഞാലും ഇടങ്ങാറ്, ഇത് സ്വീകരിച്ചു കഴിഞ്ഞാലും ഇടങ്ങാറ്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഊരാക്കുടുക്കലാണ് ഈ കുരുവട്ടൂരികൾ. പറയാണ് ആ പാട്ടിന്റെ ഉദ്ദേശം ആ പാടിയ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. മടവൂരിനെ പടച്ചോനാക്കിന്റെ ഉദ്ദേശം എന്താന്നുള്ളത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഇപ്പം തന്നെ പറയട്ടെ. ഈ പാട്ടിൽ പറഞ്ഞ പോലെ അവിടെ പടച്ചോൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പടച്ചോന്റെ ഖലീഫയായി, പ്രതിനിധിയായി, അള്ളാഹുവിന്റെ റസൂലിന്റെ വാരിസായി, നായിബായി നമ്മിലേക്ക് വന്ന ആളാണ് എന്ന് പാട്ടുകാരൻ വിശദീകരിച്ചാൽ അതവിടെ പൂർണ്ണമാണ്. പിന്നെ കുഫിരിയത്ത് ആരോപിക്കുക എന്നത് ഒരാളിൽ നിന്നുണ്ടായാൽ തീർച്ചയായും ആ ആരോപിച്ച ആളാണ് അതിന് ഉത്തരവാദിയാകുക. എന്താണ് ഈ ദജ്ജാലിന്റെ ന്യായീകരണം നോക്കണം. അവിടെ മടവൂർ പടച്ചോനാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പടച്ചോന്റെ പ്രതിനിധിയായി, ഖലീഫയായി, റസൂലിന്റെ വാരിസായി വന്ന ആളാണ് എന്നാണ് പാട്ടുകാരൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചാൽ അവിടെ പൂർണ്ണമാണ്. അങ്ങനെ വെളുപ്പിച്ചാൽ വെളുക്കണ സംഗതി അല്ലത്, മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ മുങ്ങാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ കഴുകിയാ പോകുന്ന ചളിയല്ല ഈ കുരുവട്ടൂരികളുടെയും ഈ മടവൂർ മതക്കാരുടെ ദേഹത്ത് പറ്റിയിട്ടുള്ളത്. നിങ്ങൾ ടാറുമുപ്പിയിലാ വേണ്ടിട്ടുള്ളത്. അങ്ങനെ വരുതിയാ പോകില്ല ഈ ചളി. പറഞ്ഞ നിങ്ങൾക്ക് എന്താണ് പാട്ടുകാരെ ഉദ്ദേശിച്ചത്? മടവൂര് പടച്ചോന്റെ ഖലീഫയായി, പ്രതിനിധിയായി, റസൂലിന്റെ വാരിസായി വന്ന ആളാണോ? അല്ല. കാരണം ആ പാട്ടിന്റെ വരി മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് നീ ചൊല്ല്, അതെ ഞങ്ങളാ പടച്ചോനാണ് മടവൂരെന്ന. മടവൂർ പടച്ചോനാണോ എന്ന് ചോദിച്ചതാരാ? ഇവിടുത്തെ പൊതുസമൂഹം.
മടവൂരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. ആലം 18,000 നിയന്ത്രിക്കുന്നത് മടവൂരാണ്. മടവൂർ അറിയാതെ ഒരു ഇല പോലും ഇവിടെ അനങ്ങുകയില്ല. മടവൂരൊന്ന് കണ്ണടച്ചാൽ വിമാനം കൂട്ടിമുട്ടും. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് താറുമാറാകും. മടവൂർ മരിച്ചവരെ ജീവിപ്പിച്ചു, രോഗമുള്ളവരെ മാറ്റിക്കൊടുത്തു. അങ്ങനെ എല്ലാം അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും മടവൂരിൽ ചാർത്തിക്കൊടുത്തത് കേട്ട ഒരു ജനവിഭാഗമാണ് ചോദിച്ചത്, മടവൂർ ആരാ, പടച്ചോനാണോ? അതിനുള്ള മറുപടിയാ അതെ മടവൂർ ഞങ്ങളെ പടച്ചോനാണ്. അല്ലാതെ ചോദിച്ച ആൾക്കാർ മടവൂര് അള്ളാഹുവിൽ നിന്നും വന്ന പ്രതിനിധിയായ റസൂലിന്റെ വാരിസാണോ എന്നല്ല ചോദിച്ചത്. മടവൂർ പടച്ചോനാണോ എന്ന ചോദ്യത്തിനാണ് അതെ മടവൂർ ഞങ്ങളുടെ പടച്ചോനാണ് എന്ന മറുപടി. അത് അങ്ങനെ ന്യായീകരിച്ച കൊടുക്കും ഞങ്ങൾ വിചാരിച്ച്, കഴിച്ചിലാക്കും ഞങ്ങൾ വിചാരിച്ച് തന്നെ. എന്നിട്ട് നമുക്ക് പറയണേ അങ്ങനെ കുഫ്ർ ആരോപിച്ചു കഴിഞ്ഞാൽ അത് ആരോപിച്ചവരാണ് അതിന് ഉത്തരവാദികൾ എന്നുള്ളത്. ആരെയും ഉത്തരവാദികളല്ല. ഈ മടവൂർ എന്ന് പറയുന്ന കൊടും മാനസിക രോഗിയെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി അവരോധിച്ച ഈ കുരുവട്ടൂരികളിന് ഉത്തരവാദികളല്ലേ? മടവൂർ അറിയാതെ ഈ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. മടവൂർ അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ല. മടവൂർ ഒന്ന് കണ്ണടച്ചാൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് താറുമാറാകും എന്ന് പ്രസംഗിച്ച ഈ പകരടക്കമുള്ള പാതിരിമാർ അതിന് ഉത്തരവാദികളല്ലേ? ഈ വക തോന്നിയാസങ്ങളും ഈ വക കുഫറിന്റെ ആശയങ്ങളും പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരെ അതിന് ഉത്തരവാദികൾ തന്നെ. എന്ത് തോന്നിയാസാണോ ഇതൊക്കെ പറയണത്? കഴിഞ്ഞില്ല. അപ്പൊ ഇതിപ്പോ പാട്ടുകാരൻ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ് കഴിച്ചിലാക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ ഗുരുതരമായ വാക്ക് മടവൂരനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അനല്ലാ. അത് നമ്മളെ കുരുവട്ടൂർ ഹാഫിളിന്റെ അളിയാൻക അൻവരി ആ കുട്ടി ദജ്ജാൽ പ്രസംഗിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം ഇട്ടതാണ്, അതുകൊണ്ട് ഇടുന്നില്ല. അത് മടവൂര് അനല്ലാ എന്ന് പറഞ്ഞല്ലോ, അത് പടച്ചോനാണ് എന്ന് പറയുന്നതിനേക്കാളും വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇനി അതിനെക്കുറിച്ച് ഇവനെ ന്യായീകരിച്ച് വെളുപ്പിക്കണല്ലോ. കേട്ടോക്കെ എന്താ പറയണത്? അതായത് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുമ്പോൾ ഹല്ലാജ് തങ്ങളുടെ സംഭവം പറയാറുണ്ട്. അതുപോലെ പല മഹാന്മാരുടെയും സംഭവം പറയും. കൂട്ടത്തിൽ മഹാനായ ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ സംഭവത്തിൽ അറിയപ്പെട്ട സംഭവമാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൻ്റെ സാക്ഷികളും എല്ലാം ഉണ്ട്. ഇന്നും അതനുഭവിച്ചവർ പലരുണ്ട്. അപ്പം അതിൽ പ്രധാനമാണ് മഹാനായ ഷെയ്ഖുന പറഞ്ഞൊരു ലഫ്ദ്. എന്താ ഷെയ്ഖുന പറഞ്ഞത്? ഷെയ്ഖുന പറഞ്ഞു അനല്ലാ എന്ന വാക്ക് പറയുകയാണ്. വിലായത്ത് മഷ്ഹൂറായ അന ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞ ഷെയ്ഖുൽ മശായിഖാണെന്ന് പറഞ്ഞ ഷെയ്ഖുനയിൽ നിന്ന് അനല്ലാ എന്നൊരു വാക്ക് വരുന്നു. ഉടനെ തന്നെ സമീപത്തുണ്ടായിരുന്ന അണ്ടോണ അബ്ദുള്ള ഉസ്താദ് അവർ ചോദിക്കുന്നു, അവിടെ നിന്ന് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അനല്ലാ എന്ന് കേൾക്കുന്നുണ്ട് അബ്ദുള്ള ഉസ്താദ്. അപ്പൊ ചോദിക്കുകയാണ് എന്താണ് അവിടെ നിന്ന് പറയുന്നത്. ഉടനെ പറഞ്ഞു ഹിഖായത്തും മിനല്ലാ, അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചു പറയുകയാണ്. ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾ പറഞ്ഞത് നമ്മൾ എടുത്തു പറയുക, അതിനാണ് ഉദ്ധരിക്കുക എന്ന് പറയുക. മറ്റൊരാൾ പറഞ്ഞത് നമ്മൾ എടുത്തു പറയുക, നമ്മുടെ വചനമല്ല. ഇപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ എടുത്തുദ്ധരിക്കുന്നു, അതെന്റെ വചനമല്ല, അത് റസൂലിന്റെ വചനമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു വഹാബിക്ക് മറുപടി പറയുമ്പോൾ അയാളുടെ വാക്ക് നമ്മൾ എടുത്തുദ്ധരിക്കും. ഉമർ മൗലവി പറഞ്ഞിരിക്കുന്നു, ആ പറയുന്ന ലഫ്ദ് എന്റെ ലഫ്ദ് അല്ല, അത് മൗലവിയുടേതാണ്, മറുപടി പറയാൻ വേണ്ടി ഉദ്ധരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനല്ലാ എന്ന് പറയുന്നു. അപ്പൊ അനല്ലാ എന്നുള്ളത് മടവൂർ ഷെയ്ഖുനാന്റെ വാക്കല്ല, അത് അല്ല പറയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അള്ളയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാനരാണ് ഷെയ്ഖ് അവറുകൾ, ഈ തർക്കല്ല. അതാണ് വലിയുള്ള എന്ന് പറയുന്നത്. അത് തന്നെ ഷെയ്ഖുൽ മശായിഖായി നിൽക്കുന്ന അവസ്ഥയിലുള്ളവരല്ലേ. അവർ അള്ളയുമായി സംസാരിക്കുമ്പോൾ അള്ളയിൽ നിന്ന് കേട്ട ലഫ്ദാണ് അനല്ലാ. അപ്പൊ അള്ളാഹു പറയുന്നുണ്ട് എന്ത് അനല്ലാന്ന്. അള്ളാഹ്ക്ക് അനല്ലാ എന്ന് പറയാനോ? ഞമ്മക്കല്ലേ പറയാൻ പാടില്ലാത്തുള്ളൂ. അതോടുകൂടി ആ വിഷയം അവിടെ സമാപിച്ചു. കേട്ട അണ്ടോണ അബ്ദുള്ള ഉസ്താദിന് വരെ അവിടെ സംശയമില്ല. പിന്നെ താൻ ആര് പറയുന്നു എന്നാ പറഞ്ഞ്? അല്ല പറയുന്നു എന്നാ പറഞ്ഞു. ഹിഖായത്തും മിനല്ലാ കഴിഞ്ഞവിടെ. പിന്നെ അതിലൊരു ചർച്ചയില്ല ഇവിടെ, അത് പൂർണ്ണമാണ്. ഇതങ്ങനെ തന്നെയാണ് അൻവരി ഉസ്താദൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കൃത്യതയിൽ പറയുന്നത്. കേട്ടില്ലേ? കിടന്ന് വരകണോനെ. എന്താ പറഞ്ഞത്? മടവൂർ എങ്ങനെ പറഞ്ഞു? വിലായത്ത് കൊണ്ട് മഷ്ഹൂറായ, വലാലത്ത് കൊണ്ട് മഷ്ഹൂറായ എന്നാ പറയേണ്ടത്. അങ്ങനെ അയാൾ എങ്ങനെ പറഞ്ഞു? അനല്ലാ എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിൽ നിന്നും കോട്ട് ചെയ്ത് പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും, ഞാൻ അള്ളയാണ് അള്ള പറഞ്ഞിട്ടുണ്ട്. അത് പോയി പീരാന്തം മടവൂർ പറഞ്ഞെന്തിനാണ് ഞങ്ങൾക്ക് തന്നെ? അള്ള എത്രയോ സ്ഥലത്ത് ഞാൻ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്, ഞാൻ അള്ള എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മടവൂർ എങ്ങനെ കോട്ട് ചെയ്താന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഒരു പ്രത്യേകത? നിങ്ങൾ മടവൂരിന്റെ മഹത്വമുള്ള ഒരു വാക്കായിട്ടാണ് ഇത് സമൂഹത്തിൽ അവതരിപ്പിച്ചത്. വലിയ വലിയ വാക്കുകളൊക്കെ ഹല്ലാജ് പറഞ്ഞതുപോലെയുള്ള വലിയ വലിയ വാക്കുകളൊക്കെ മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അൻവരൊക്കെ അവതരിപ്പിച്ചത്. എന്താണ് വലിയ വലിയ വാക്കുകൾ? അനല്ലാന്ന് അള്ള പറഞ്ഞു. അത് മടവൂർ പറഞ്ഞ എങ്ങനെ വലിയ വലിയ വാക്കാണോ? അത് ഇവിടുത്തെ മാധവൻകുട്ടിക്ക് പറഞ്ഞൂടെ? അല്ലെങ്കിൽ രാമൻകുട്ടിക്ക് പറഞ്ഞൂടെ?
ഒരു ഖുർആന്റെ പരിഭാഷ ഇങ്ങനെ നോക്കിയിട്ട് ഇതാ ഞാനാണ് അള്ളാഹു എന്ന് നിങ്ങളുടെ അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ? ഇത് മടവൂര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇതിൽ മടവൂരിന്റെ പ്രത്യേകത? എന്നിട്ട് പറയാണ് ആ വിഷയം അവിടെ സമാപിച്ചു. കേട്ട അണ്ടോണക്കും കാര്യം മനസ്സിലായി. അണ്ടോണക്കും മണ്ടോണക്കൊക്കെ കാര്യം മനസ്സിലായിണ്ടാവും. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായില്ല. സാധാരണക്കാരത് കേൾക്കുമ്പോൾ പ്രശ്നം തന്നെയാണ്. ചങ്ങായി, രണ്ട് ഓപ്ഷനേ അവിടെ ഉള്ളൂ. ഒന്നുകിൽ പിരാന്ത് അല്ലെങ്കിൽ കാഫർ. ഒന്നുകിൽ പിരാന്തിന്റെ വർത്താനം അല്ലെങ്കിൽ കുഫറിന്റെ വർത്താനം. ഇത് രണ്ടും അല്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. മടവൂരിന് പിരാന്തും ഇല്ലായിരുന്നു, അത് കുഫറും അല്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സാധാരണക്കാരനെ മണ്ടോണൊക്കെ മാത്രം മനസ്സിലായി മതിയോ? ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. എന്നിട്ട് പോലെ ഹല്ലാജുമൊക്കെ തട്ടിക്കരുത്. ഹല്ലാജും മടവൂര് ഹല്ലാജു പറഞ്ഞതുപോലെയാണ് മടവൂര് പറഞ്ഞത്. എന്നാൽ ഹല്ലാജും മടവൂരും പറഞ്ഞത് ഒരുപോലെ അല്ല എന്ന് പോലും പറയുന്നുണ്ട്. അത് കേട്ടോളി. ഈ മടവൂർ ശൈഖുന അനന്നാൽ ഒന്നുകിൽ കുഫർ അല്ലെങ്കിൽ ജദബ് എന്ന ലോക പൊട്ടത്തരം വിളിച്ചു പറയേണ്ടി വരും. കിതാബ് ഓതാൻ അറിയില്ലെങ്കിൽ അലി മിണ്ടാതിരിക്കുക, എന്നാലും കുഴപ്പമില്ല, ഫിത്ന ഉണ്ടാക്കരുത്. ഔലിയാക്കന്മാര് നല്ല ഉണർച്ചയിൽ തന്നെ സംസാരിക്കും. അതിന് മഅന ഹിക്കായത്തും മിനല്ലാഹ്. അത് ശൈഖുന പറഞ്ഞു കൊടുത്തല്ലോ. പിന്നെന്തിനാ നിങ്ങൾ അവിടെ ഒരു കുഫറിലാക്കാൻ പോകുന്നത്? ശൈഖുന തന്നെ തീർത്തില്ലേ? എന്നാ ശൈഖുനാക്ക് പറഞ്ഞ പോലെ ഞാൻ ജദബിലായിരുന്നു അങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഹല്ലാജി തങ്ങൾ പറഞ്ഞ പോലെ വീണ്ടും അനന്താന്ന് പറഞ്ഞ പോലായിരുന്നു. ശൈഖുന ആലിമ് ചോദിച്ചപ്പോൾ ആലിമിനോട് മറുപടി പറഞ്ഞു ഹിക്കായത്തും മിനല്ലാഹ്. അപ്പൊ അവൻ ചോദിക്കാണ് മടവൂരിന് പറഞ്ഞാൽ പോരേനോ ഞാൻ ജദബിൽ പറഞ്ഞതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഹല്ലാജ് പറഞ്ഞ പോലെ വീണ്ടും അനല്ലാന്ന് പറഞ്ഞുവിടേനോ? അപ്പൊ ഹല്ലാജ് മടവൂരിന്റെ പോലെ പറഞ്ഞതല്ല. ഹല്ലാജ് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു അനല്ലോ അനല്ലോ അനല്ലോ. പക്ഷെ അൻവരി പറഞ്ഞെന്താ? ഹല്ലാജ് തങ്ങൾ പറഞ്ഞ പോലെ അത് മഹത്തരമായ വാക്കുകളാണ്, കനപ്പെട്ട വാക്കുകളാണ്. അപ്പൊ ഇതിന് ന്യായീകരിച്ചിട്ട് ഒപ്പിച്ചിട്ട് വെക്കണില്ല. കഴിഞ്ഞില്ല, ഇവൻ തന്നെ പറട്ടെ. അപ്പോൾ ആ വലിയന്റെ വാക്ക് അനൽ ഹഖ് ഔ സുബ്ഹാനി മഅനാഹു, അതിന്റെ അർത്ഥം ഖദ് തജല്ല അലയ്യൽ ഹഖ് ബിശുഹൂദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മേലിൽ തജല്ലിയായി. അതിനൊന്നും മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. വെളിവായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറെന്തോ മനസ്സിലാക്കി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ ഞാനും എന്റെ റബ്ബും എന്ന രൂപത്തിലായി. എത്രത്തോളം ഹത്താ സിറുത്തു, ഞാനാകുന്നത് വരെ. അതതിന്റെ മഅന പറയണം. ഞാനാകുന്നത് വരെ കഅന്നീ ഹുവ, ഞാനായതുപോലെ ഉണ്ട്. ഹുവ അല്ലാ, ഞാൻ അല്ലാ ആയതുപോലെ ഉണ്ട്. അല്ലാഹ് എന്നല്ല, അതൊരിക്കലും ഒന്നാവൂല. അല്ലാഹ് ഖാലിഖാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ മഖ്ലൂഖാണ്. മഖ്ലൂഖും ഖാലിഖും ഒന്നാകൂല, അസംഭവ്യം. അതുപോലെ ഉണ്ട് പറഞ്ഞാൽ അതല്ലേ നാളെ വർത്താനത്തിൽ തന്നെ പറയൂലേ, മകനെ കുറിച്ച് വല്യാപ്പാന്റെ രൂപം തന്നെ ഉണ്ട്, അതെന്നെ പോലെ ഉണ്ട് പറഞ്ഞാൽ അതാണ് തന്നെ പ്രശ്നമാവില്ല മൊത്തം. അതൊരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ ഹത്താ സിറുത്തു, ഞാൻ ആകുന്നത് വരെ കഅന്നീ ഹുവ, അല്ലാഹ് ഇതുപോലെ ഉണ്ട്. അപ്പൊ അനൽ ഹഖ് അനല്ലാന്നൊക്കെ പറഞ്ഞതിന്റെ മഅന ഞാൻ അല്ലാഹുമായി ലയിച്ച് ആ ഒരു രൂപത്തിൽ ശുഹൂദിലായി നിന്നപ്പോൾ ഞാൻ ആയതുപോലെ ഉണ്ട്, അല്ലാഹ് ഇതുപോലെ ഉണ്ട് എന്നാണ് അതിന്റെ മഅന. വെളുപ്പിക്കണ കോലം നോക്കണം നിങ്ങള്. ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ കിറുക്കന്മാരുണ്ടല്ലോ, ഇവര് സുബ്ഹാനി അനൽ ഹഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്നിൽ തജല്ലിയായി, ഇനിയിപ്പോ വെളിവായി എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവൂല. വെളിവ് കെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ വെളിവ് കെട്ട് നടക്കുകയാണ് ഈ കിറക്കന്മാരും, അതിനെ ന്യായീകരിച്ചു കൊണ്ട് നടക്കണം. നിങ്ങളൊക്കെ വെളിവ് കെട്ടവരാണെന്ന് പറഞ്ഞോളി, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ന്യായീകരിച്ചു എവിടെ കൊണ്ട് എത്തിച്ചത്? ഹത്താ സിർതു, ഞാൻ ആയ പോലെ ഉണ്ട്, അള്ളാഹിന്റെ പോലെ ഉണ്ട്. അതന്നല്ലേ ചങ്ങായി പറയണത്. നിങ്ങൾ മടവൂരിനും ഈ മശായിഖന്മാരെ അള്ളാഹിന്റെ പോലെ ആക്കി എന്നല്ലേ ഈ പറയണത്. അള്ളാഹു ആയതുപോലെ ഉണ്ട് എന്നാണ് അതിന്റെ മയനാന്ന് പറയണം വലിയ കാര്യത്തില്. ഇതിപ്പോ നമ്പൂരി ചാണം ചാടി കടന്ന പോലെയായി. നേരെ ചാണത്തിന്റെ നടുവിക്കളൊന്നും പറഞ്ഞിട്ട് അള്ളാഹു ആയ പോലെ ഉണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം ഓൻ പറയണം. അതന്നെ ഇപ്പൊ ഞങ്ങൾ പറയണത്. നിങ്ങൾ അള്ളാഹിനെ പോലെ ആക്കി മടവൂരിനെ, നിങ്ങളെ മശായിഖന്മാരെ അള്ളാഹിനെ പോലെ ആക്കി. എന്നിട്ട് ഓൻ പറയാണ് വല്യാപ്പാനെ പോലെ ഉണ്ട് പേരക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക? ഞാൻ അതിനെക്കാട്ടി വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കൈതനെ പോലെ ഉണ്ട് നൗഷാദ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്ത് മനസ്സിലാക്കും? ഒന്നുകിൽ കൈതന്റെ രൂപമുണ്ട്, അല്ലെങ്കിൽ കൈതന്റെ ബുദ്ധി ഉണ്ട്. ഇത് രണ്ടാലൊന്നുണ്ടായിട്ടാണ് കൈതനെ പോലെ ഉണ്ട് എന്ന് പറയണത്. മനസ്സിലായോ? അള്ളാഹിനെ പോലെ ഉണ്ട് മടവൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ എന്തെങ്കിലും ഒരു സ്വഭാവ ഗുണവിശേഷണങ്ങൾ മടവൂരിൽ ഉണ്ടായിരിക്കണം. അള്ളാഹിനെ പോലെ എന്നൊരു സൃഷ്ടിനെ കുറിച്ച് പറയാൻ പാടില്ല. തെച്ചാല് മനസ്സിലാക്കി വെച്ചത് ഇത് ഏത് കിതാബ് കിടന്ന് ഉരുണ്ടു മറിഞ്ഞു എന്നാ ജീ പറയണത്? ഏതെങ്കിലും കഞ്ചാവ് അടിച്ചിറക്കുന്ന സൂഫികളെ ഇത് പിറ കിതാബിലോ? പ്രമാണത്തിക്ക് വാ, ഖുർആനുക്കും ഹദീസുക്കും വാ. അള്ളാഹിനെ പോലെ എന്നൊരു സൃഷ്ടിനെ കുറിച്ച് പറയാൻ പാടില്ലടോ. നിങ്ങൾ ഓരോ കുഫറിന്റെ ആശയങ്ങൾ പാട്ടും ബെയ്ത്തും ഉണ്ടാക്കിയിട്ട് അതിനെ ന്യായീകരിച്ച് ഒപ്പിക്കാൻ നോക്കി. എന്താ നിങ്ങൾ ഈ പറയണത്? കഴിഞ്ഞില്ല. ഇവരെന്താ പറഞ്ഞത്? മടവൂര് ഹിക്കായത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നും ഉദ്ധരിച്ചതാണ്. എങ്ങനെ? ഹല്ലാജിനെ പോലെ. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഹല്ലാജിന് എന്തേ സംഭവിച്ചു? വേറൊരു ബാതിരി പറട്ടെ. അപ്പൊ ഹല്ലാജ് റളിയല്ലാഹു അൻഹു അനല്ലാഹ് എന്നൊരിക്കൽ പറഞ്ഞു പോയി. അത് പറയാനും വേണം ഒരു അനുമതിയൊക്കെ ലഭിക്കുക. അനുഭവത്തിലുണ്ടായാൽ പോരാ, അത് പറയാനൊരു അനുമതിയൊക്കെ ലഭിക്കണം. ആ അനുമതി കിട്ടിയതിന് ശേഷം പറഞ്ഞാൽ അത് ആരും ചെവി കൊള്ളൂല. പക്ഷേ
ഹല്ലാജ് റളിയല്ലാഹു അൻഹു അങ്ങനെ ലാസ്റ്റ് അവസ്ഥയിലേക്ക് സ്റ്റാറ്റസ് പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പായിട്ട് പറഞ്ഞുപോയി, ആവേശം കൊണ്ട് പറഞ്ഞുപോയി. സ്വയം അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇത് വലിയ പ്രശ്നമായി, കോടതിയിലെത്തി കേസ്, ഖാദി വിധിച്ചു ഹല്ലാജിനെ കൊല്ലണം, ഹല്ലാജ് കാഫിറായി പോയിട്ടുണ്ട്. ഹല്ലാജാണോല്ലോ പഠിച്ചോനെ. ഈ വാക്ക് പറഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഈ വിവരം ഔലിയാക്കളെ ലോകത്തൊക്കെ എത്തി. റസൂലുള്ളാഹിയുടെ മുന്നിൽ പ്രശ്നത്തി, ഹല്ലാജ് ഇങ്ങനെ അധികാരമില്ലാത്തൊരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, അബദ്ധം സംഭവിച്ചു. എങ്ങനെയുണ്ട്? ഹല്ലാജ് റളിയല്ലാഹു അൻഹു അനല്ലാന്ന് പറഞ്ഞതിന്റെ പേരില് അന്നത്തെ പണ്ഡിതന്മാരുടെ ഫത്വയോടുകൂടി ഇസ്ലാമിക ഭരണകൂടം കുരിശിൽ തറച്ചു കൊന്ന ഒരു ശൈത്താനെ കുറിച്ചായി പറയണത്. റളിയല്ലാഹു അൻഹു എന്നിട്ടും പറയാ ഹല്ലാജ് അനല്ലാ എന്ന് പറഞ്ഞു. അത് പറയാനും വേണം ചില അനുമതിയൊക്കെ. അത് അനുമതി ആ സ്റ്റാറ്റസ് പൂർത്തിയാകണതിന് മുമ്പ്, അനുമതി കിട്ടണതിന് മുമ്പ് പറഞ്ഞു. അബദ്ധം റസൂൽ അവിടെ മീറ്റിംഗ് കൂടി, ഹല്ലാജിന്റെ അബദ്ധം സംഭവിച്ചു. എന്താ അബദ്ധം അവിടെ സംഭവിച്ചത്? ഈ മടവൂര് പറഞ്ഞതുപോലെ ഹികായത്തും മിനല്ലാ എന്നാണ് ഹല്ലാജും ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ അബദ്ധം. അതിനെന്തിനാ അനുമതി? അതിനെന്തിനാ പറയാൻ എന്തിനാ സ്റ്റാറ്റസ് പൂർത്തിയാക്കണത്? എനിക്ക് പറഞ്ഞൂടെ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അനല്ലാ എന്ന്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മടവൂരിനും പറയാ, മാധവൻ കുട്ടിക്കും പറയാ, രാമൻകുട്ടിക്കും പറയാ, കാന്തപുരത്തിനും പറയാ, നൗഷാദിനും പറയാ, ആർക്കും പറഞ്ഞൂടെ? അതിനെന്തിനാ അനുമതി? അതെങ്ങനെ അബദ്ധാകണത്? അപ്പൊ അത് അബദ്ധാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഇസ്ലാമിക ഭരണകൂടം അയാളെ കൊല്ലണമെന്ന് ഫത്വ കൊടുത്തത്. എന്താ ഓൽക്ക് തിരിഞ്ഞില്ലേ? അത് ഹികായത്തും മിനല്ലയാണ്. അള്ളാഹുവിൽ നിന്നും ഹല്ലാജ് കോട്ട് ചെയ്ത് പറഞ്ഞതാണ്, അള്ളാഹുവിൽ നിന്നും ഉദ്ധരിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അയാളെ കൊല്ലാൻ പാടില്ല എന്ന് അന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞോ? ഇവര് പറഞ്ഞ വ്യാഖ്യാനം ഇവർക്ക് മാത്രം അത് തിരിഞ്ഞത്. ഈ 4 നെറികെട്ട മല്ലമാർക്ക്, തരികെട്ടവർക്ക് തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞ ടാറും വീഴ്പിയിലാണ് ഞങ്ങൾ തലട്ടിട്ടുള്ളത്. അങ്ങനെ ചന്ദ്രിക സോപ്പ് കൊണ്ട് കേൾക്കുക പോണ ചളി എല്ലാം നിങ്ങളെ മേത്തുള്ളത്. നിങ്ങളിത് ന്യായീകരിച്ചു കൊടുങ്ങും, എവിടുക്കെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇനി പടച്ചോനാണ് എന്ന് പാട്ടുണ്ടാക്കിയ ശൈത്താണ്ടല്ലോ, ഇവലൊക്കെ പടച്ചോനാണെന്ന് പാട്ടുണ്ടാക്കാൻ കാരണം എന്താ? കാരണം മടവൂരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അർശ് നിയന്ത്രിക്കുന്നത് മടവൂരാണ്. എന്റെ കയ്യിലാണ് അർശ് എന്ന് മടവൂര് പറഞ്ഞു. കേട്ടോളി, അർശൊക്കെ എന്റെ ഒരു കയ്യിലാണ്, ഭൂമി മാത്രല്ല. ഇതിന്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനരായ ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. ശൈഖുന പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലുണ്ട്, അർശിന്റെ കയ്യിലുണ്ട്, ഭൂമി എന്റെ കയ്യിലുണ്ട്, ഒക്കെയുമുണ്ട്. ഇതായിരുന്നു മുജാഹിദുകൾക്ക് വല്ലാതെ പ്രശ്നമായത്. കുരുവട്ടൂരി കുട്ടിപ്പാതിരി പോത്ത് അമർന്ന പോലെ അമറാണ്. അർശൊക്കെ എന്റെ കയ്യിലുണ്ട്, ഭൂമി മാത്രല്ല. അന മുദബ്ബിറുൽ ആലം. എന്താണ് അർശ്? അള്ളാഹുവിന്റെ സിംഹാസനം. അത് മടവൂരിന്റെ കയ്യിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ അതിനും മുകളിലല്ലേ മടവൂര്? അർശിനും മുകളിലല്ലേ? ഒരു പേൻ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പേൻ എന്റെ കയ്യിലുണ്ടെന്ന് ആരും പറയില്ല. പേൻ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ആ പേന ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളായിരിക്കണം ഞാന്. പേനന്റെ മുകളിൽ എനിക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടാവും, പേനക്ക് എന്റെ മുകളിൽ ഒരു അധികാരം ഉണ്ടാവില്ല. അപ്പൊ അർശ് മടവൂരിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മടവൂരിന്റെ കയ്യിലാണെന്ന് വരും. കാരണം അള്ളാഹുവിന്റെ സിംഹാസനാണ് അർശ്. ആ അർശ് മടവൂരിന്റെ ഉള്ളം കയ്യിലാണ്. എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്ന ഒരു മന്ദബുദ്ധി ജാഹില് മടവൂര് പടച്ചോനാന്ന് പറയില്ലടോ. കഴിയില്ല. അള്ളാന്റെ തീരുമാനം തിരുത്താൻ അധികാരമുള്ള ആളാ മടവൂര്. കേട്ടോളി, എന്തിനധികം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലൗഹുൽ മഹ്ഫൂദ് അടക്കം നോക്കാൻ, വേണമെങ്കിൽ അത് തിരുത്താൻ വരെ അധികാരമുള്ളവരാണ് ശൈഖ് മടവൂർ. അതല്ലേ അബ്ദുൽ ഖാദിർ എന്ന വലിയ സംസാരിക്കാത്ത കുട്ടിയുമായി ശൈഖുനായുടെ സമീപത്തെത്തിയപ്പോൾ ശൈഖുനായോട് പറയാണ്, എന്റെ മോൻ സംസാരിക്കുന്നില്ല, ഒന്ന് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, നിങ്ങളൊന്ന് ഇടപെടണം. ശൈഖുന നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ സംസാരിക്കൂലെന്ന് അതാ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. വലിയായ അബ്ദുൽ ഖാദിർ എന്നവർ പറയുന്നു, അതെനിക്കും അറിയാം, ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ടാ ഞാനും വരുന്നത്, ഞാൻ അത് നോക്കാനേ എനിക്ക് കഴിയൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരുത്താമല്ലോ. എന്തൊക്കെയാണ് ഈ ഹംകി പറയണത്? ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ, അത് തിരുത്താൻ അധികാരമുള്ള ആളാണ് മടവൂര്. അള്ളാന്റെ തീരുമാനം തിരുത്താനേ. അപ്പൊ അള്ളാന്റെ മുകളിലല്ലോ മടവൂര്. എന്നിട്ട് ഏതൊരു അബ്ദുൽ ഖാദിർ വലിയ വേറെ ഒരു വിരാന്തൻ അയാളെ കുട്ടി സംസാരിക്കണില്ല, അത് ശരിയാക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. അവസാനം മടവൂരിന്റെ അടുത്തൊന്ന് പറഞ്ഞ്, എന്റെ വിരാന്തന്മാരെ കൂടിക്കാൻ എന്തേലൊക്കെ പറയുമല്ലോ. അപ്പൊ മടവൂര് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ കുട്ടി സംസാരിക്കൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. മറ്റോനെ അത് എനിക്കും അറിയാ, ഞാനും അത് നോക്കിയിട്ടാണ് വരുന്നത്. ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ടാണ് മൂപ്പര് വരുന്നത്. എന്താണോ ഈ പറയണത്? ലൗഹുൽ മഹ്ഫൂദ് നിങ്ങൾ മൊബൈൽ നോക്കണം മതി തന്നെ. കുട്ടികൾ നിങ്ങോട്ട് പറയുമല്ലോ, എന്റെ മൊബൈലില് ആ ചാനൽ കിട്ടണില്ല, എന്റെ മൊബൈലിൽ നോക്കേ, അവിടെ റേഞ്ച് കുറച്ച് കുറവാണ് എന്ന് പറയണത് പോലെയാണോ അത്? അപ്പൊ ലൗഹുൽ മഹ്ഫൂദ് തിരുത്താൻ അധികാരമുള്ള ആളാണ് ഈ പിരാന്തം മടവൂര്.
അത്രത്തോളം ഈ പ്രപഞ്ചത്തിനൊക്കെ നിയന്ത്രിക്കാൻ, ചൊൽപ്പടിക്ക് നിർത്താൻ, എല്ലാം മാറ്റിമറിയിക്കാൻ, ആകാശം ഭൂമിയാക്കി മാറ്റാൻ, ഭൂമിയെ ആകാശമാക്കി മാറ്റാൻ, ആണിനെ പെണ്ണാക്കാൻ, പെണ്ണിനെ ആണാക്കാൻ, മയ്യത്തിനെ ജീവിപ്പിക്കാൻ, ജീവിച്ചിരിക്കണോനെ മയ്യത്താക്കാൻ, അങ്ങനെ എല്ലാത്തിനും കഴിവുള്ള ആളാണ് ഈ കോഴിക്കോട്ടേരെ മടവൂര്. ഏത് മടവൂര്? നമ്മൾ തമിഴിൽ ഫോട്ടോ കണ്ടില്ലേ, ഇങ്ങനെ ഒടിച്ചിരിക്കണ് പല കോണകൽക്കാട്ട പോലെ. ഒരു പപ്പട കൊള്ളുകൊണ്ട് തോണ്ടിയാ കിട്ടും അയാളാണ് ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്ന ആള്. ഇവിടെ അള്ളാന്റെ മലക്കുകളെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി അള്ളാഹ് ഏൽപ്പിച്ച, ജോലി ഏൽപ്പിച്ച മലക്കുകളുടെ ശക്തി എത്ര, അവരെ പവർ എത്ര, ഇത് കൊണ്ടെടുക്കാനും വേണ്ട ഒരു ശക്തിയോടോ. ബുദ്ധിപരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇതിന് ലോജിക്ക് വേണ്ടേ? ഇത് അയാളെ സ്വന്തം ട്രൗസർ ഇടാൻ പോലും ഉള്ള കെൽപ്പ് അയാൾക്കില്ല. അത്രത്തോളം ദുർബലനായ ഒരു മനുഷ്യനെ കുറിച്ചാ ലൗൽ മഹ്ഫൂദ് തിരുത്തുന്നു, അർശ അയാളെ ഉള്ളം കയ്യിലാണ് അംകിങ്ങൾ പറയണത്. ഇതൊക്കെ ഇപ്പുറത്ത് പറയുമ്പോ അപ്പുറത്ത് വേറെ തല കുത്തന. ഇയാൾ പടച്ചോൻ പോയിട്ട് ഒരു സാധാരണ പടപ്പിന്റെ ബുദ്ധിയും അന്തും കഥയും പോലും ശക്തിയും പോലും ഇച്ചങ്ങായിക്കില്ലായിരുന്നു. കേട്ടോളി. അപ്പോൾ ഒരു ദിവസം നടന്നു പോകുമ്പോഴേ ഒരു മരത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ആ മരം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള മരമാണ്. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ മരത്തിന് കൊണ്ട് ഒരു കായ് പറിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മരം നല്ല പരിചയമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഷെയ്ഖുന പറഞ്ഞ് പ്ലാവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം പ്ലാവല്ല, മരം നമ്മളെ ഈ അസ്മാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയില്ലേ, ആ ഇല ആ മരമാണത്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുട്ടി പറഞ്ഞ് പ്ലാവല്ല എന്ന്. ചെറിയ ഇലയുണ്ട്, ചെറിയ ഇല പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്തോണ്ട് അസ്മാന്റെ ആ ഇലയുടെ പേര് അറിയില്ല. അതാ അസ്മാ എഴുതിയിട്ട് വെക്കുന്ന സംഭവം കണ്ടിട്ടുണ്ട്, പേര് ആ സാധനത്തിൻ്റെ അതിനൊരു പേരുണ്ടല്ലോ. അപ്പോൾ ആ പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവർ കുട്ടിയോട് പറഞ്ഞ് നിങ്ങളൊന്നും പറയണ്ട, അതായത് പ്ലാവോ മാവൊന്നും നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും അത് അറബികളായി പോണ്ടാന്ന്. എന്താ ഇയാള് പറഞ്ഞത്? ഒരു ദിവസം മടവൂരിന്റെ കൂടെ അങ്ങനെ നടന്നു പോണ സമയത്ത് എല്ലാവർക്കും പരിചയമുള്ള ഒരു മരം, എല്ലാവർക്കും പരിചയമുള്ള മരം, അത് കണ്ടപ്പോൾ മടവൂർ അറിഞ്ഞത്രേ പ്ലാവാണല്ലോ അത്. സത്യത്തിൽ പ്ലാവല്ലത്, വേറെ ഏതൊരു മരമാണ്. അപ്പൊ ഒരു പ്ലാവും മൂച്ചും തെങ്ങും കവുങ്ങും തിരിച്ചറിയാത്ത ഒരു പൊട്ടനാണ് മുദബ്ബിറുൽ ആലം. ഒരു സാധാരണ മനുഷ്യന്റെ കോമൺ സെൻസ് പോലും അയക്കില്ലായിരുന്നു. ആ മറ്റുള്ള ആൾക്കാരൊക്കെ ഇത് പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോ മുണ്ടാൻ പാടില്ലോ, ശൈഖുന അങ്ങനെ പറഞ്ഞേക്കണല്ലേ, അപ്പൊ മുണ്ടരുത്. അന്തുള്ള ഒരുത്തലുണ്ട് ചോദിക്കൂലേ, ഇയാളാണോ മുദബ്ബിറുൽ ആലം? ഒരു പ്ലാവും മൂച്ചും തിരിച്ചറിയാത്ത ഒരു കുഞ്ഞാപ്പു. അത്രയും ദുർബലായിരുന്നു ഇയാള്. കുറ്റം പറയല്ല, പിരാന്തല്ല, മാനസിക രോഗല്ലേ. ഇനി ഇതിങ്ങനെ പറയുമ്പോ കുറെ ആൾക്കാർ എന്നെ വിളിച്ചു ചോദിക്കുക, അയാൾക്ക് എത്രമാതിരി ആൾക്കാർക്ക് പിരാന്തുണ്ടാവും, നിങ്ങൾ പിരാന്തന്മാരെങ്ങനെ കുറ്റം പറയണോ, മരിച്ചു പോയില്ലേ? നിങ്ങൾ പിരാന്താൻ സമ്മതിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. മടവൂരിന് നല്ല അസല് പിരാന്തായിരുന്നു എന്നുള്ള അയാളെ കുടുംബക്കാരും അയാളെ അനുയായികളും സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതുമായി ഞാൻ ചെയ്ത 62 വീഡിയോ ഞാൻ പിൻവലിക്കും. ഇനി ആ വർത്താനം തന്നെ പറയില്ല. അയാൾക്ക് പിരാന്തായിരുന്നു സമ്മതിച്ചാലേ നിങ്ങൾ അയാൾക്ക് പിരാന്തില്ല എന്ന് പറയാ, സ്വയബുദ്ധിയുള്ള ആളെന്ന് പറയാ. എന്നിട്ട് ഈ വക തോന്നിയാസം മുഴുവൻ അയാൾ പറഞ്ഞിരുന്നു, എല്ലാ പിരാന്തന്മാരെ കാട്ടിന് എല്ലാ പരിപാടിയും ചെയ്തിരുന്നു പറഞ്ഞ് നമ്മൾ രണ്ടും കൂടി അംഗീകരിക്കാൻ നമ്മൾ കുബൂരില്ലല്ലോ. നമ്മളൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു പ്ലാവ് പോലും തിരിച്ചറിയാത്ത ദുർബലനായ ഒരു മനുഷ്യൻ അയാളാണ് മുദബ്ബിറുൽ ആലം. അയാളെ ഇപ്പൊ പടച്ചോന്റെ സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത്, മനസ്സിലായോ? കഴിഞ്ഞില്ല. ഒരു സാധാരണ മനുഷ്യന്റെ വളരെ ദുർബലനായ, എല്ലാ ദുർബലതകളുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് വയറിളക്കം ഉണ്ടായ ചരിത്രം കിട്ടുമോക്കി. പിന്നെ മൂപ്പരിക്ക് ഈ ലൂസ് മോഷൻ ഉണ്ടായി. ലൂസ് മോഷൻ ഉണ്ടായപ്പോൾ മൂപ്പര് തന്നെ ബാത്റൂമിൽ പോകും, വരും, അവിടെ ഇരിക്കും, രണ്ടാമത് പിന്നെ ബാത്റൂമിലേക്ക് പോകും, പിന്നെയും വരും, പിന്നെ ബാത്റൂമിൽ പോകും. അപ്പോൾ ചെറിയ മമ്മൂദായ കുട്ടിയാജി പറഞ്ഞ് ഇതിൽ എന്തെങ്കിലും മരുന്ന് പിടിക്കേണ്ടതെന്ന്. മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ. അത് വയറ്റിൽ നിന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കും, പിന്നെ അത് ഉണ്ടാവില്ലല്ലോ തന്നെ. അപ്പം അത് പറഞ്ഞു നിൽക്കുന്ന അവിടെ വന്ന് ഇരുന്ന് അപ്പോൾ ഇനി ബാത്റൂമിലേക്ക് പോയപ്പോൾ പിന്നെ മൂപ്പര് വന്നപ്പോൾ ആചേരി ഒരു കുപ്പിയിലുള്ള എന്തോ ഒരു കുപ്പിയുണ്ട്, രസമിഷ്ടം എന്തോ ഒരു സാധനം എന്താണ് വേണം. അപ്പോൾ അത് കുറച്ചെടുത്ത് കുടിച്ചാൽ തന്നെ ഇന്നപ്പം നിൽക്കും തന്നെ. അപ്പം മൂപ്പര് പറഞ്ഞ വർത്താനുണ്ട്, ആചേരി കുടിക്കൂ, എനിക്ക് നിൽക്കും തന്നെ. ആചേരി ഉള്ളിൽ കുടിക്കേണ്ടി വന്നു. മുദബ്ബിറുൽ ആലത്തിന് ലൂസ് മോഷൻ, വയറിളക്കം ഉണ്ടായി കഴിഞ്ഞ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. കക്കൂസ് കയറുക ഇറങ്ങുക, കയറ് ഇറങ്ങുക, കയറ് ഇറങ്ങുക. ചിലവർ കസായിട്ട് കക്കൂസിന് മുമ്പിലിരിക്കും. അതാണ് അത് ആർക്കാരും മനുഷ്യന് വയറിളക്കം ഉണ്ടായി കഴിഞ്ഞ അവസ്ഥ തന്നെയാണ്. മൂലത്തിന് അറിയില്ലത് മുദബ്ബിറുൽ ആലമാന്നുള്ളത്. അങ്ങനെ ലൂസ് മോഷൻ ഉണ്ടായ സമയത്ത് ഒപ്പം നിൽക്കുന്ന ഒരു പൊട്ടൻ കൊടുത്തത്ര ദശമൂലാരിഷ്ടം കുപ്പിയില്. ഒരെണ്ണത്തിന് അന്തം വേണ്ടേ? ഇയാൾക്ക് അന്തല്ല, കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അന്തം വേണ്ടേ? ഇവിടെ വയറിളക്കത്തിന് ദശമൂലാരിഷ്ട കുടിക്കുക തന്നെ. വയറിളക്കമുള്ള ഒരു മനുഷ്യന് ഒരു അരിഷ്ടം കുടിക്കാൻ പാടില്ല. കാരണം അരിഷ്ടം എന്ന് പറഞ്ഞാൽ വയറ് ലൂസാക്കുന്ന സാധന. അപ്പൊ അതാ വയറിളക്കത്തിന് കുടിക്കല്. ഇനി ഒരു നിലക്കുന്ന നിൽക്കണമെങ്കിൽ ചെറുതായിട്ട് വയറൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി കൊടുക്കുന്ന സാധനം കുടജാരിഷ്ടാണ്. പഠിച്ചു വെച്ചോ.
ഇതൊക്കെ മനസ്സിലാക്കാൻ മിനിമം കോമൺ സെൻസ് മതി. ഞാൻ അങ്ങനെ ചികിത്സാ രംഗേറ്റ് വന്നുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് വരെ അറിയാം. ഞാൻ മുദബ്ബിറുൽ ആലം പോയിട്ട് മുദബ്ബിറുൽ വാർഡ് പോലും അല്ല. ഇത് ഏതൊരു മനുഷ്യനാരുടെ സംഗതിയാ. ദശമൂലാരിഷ്ടം എന്ന വയറിളക്കത്തിന് കുടിക്കരുത്, മനസ്സിലാക്കി വെച്ചോ. ഇനി പറയാനുള്ളത്, ഇനി അടുത്ത മുദബ്ബിറുൽ ആലം പുലികൊട്ടൂർ ആഫിയുള്ളോ, ഈ ഓനും ഉണ്ടാവുമല്ലോ ലൂസ് മോഷൻ വയറിളക്കം ഉണ്ടാവുമ്പോ ദശമൂലാരിഷ്ടം എടുത്ത് മോന്താൻ നിൽക്കണ്ട. നല്ല ഉപ്പിട്ട കഞ്ഞിനെള്ളം കുടിച്ചോണ്ടി. മുദബ്ബിറുൽ ആലത്തിന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാനക്കേടുണ്ട്. അപ്പൊ ആദ്യം ദശമൂലാരിഷ്ടം കൊടുത്തല്ല മടവൂരിന്. മടവൂർ എന്താ അവിടെ പറയേണ്ടത്? ചെങ്ങായ നിങ്ങൾക്ക് മരുന്ന് തന്നെ കുടിക്കാൻ പാടില്ല, അയാൾ മുദബ്ബിറുൽ ആലമാണല്ലോ, അയാൾ എല്ലാവരും അസുഖം മാറ്റുന്ന ആളാണല്ലോ. അല്ലെങ്കിൽ ഇത് പറയണം, ഈ ദശമൂലാരിഷ്ടം ഇതിന് കുടിക്കാൻ പാടില്ല, അതിന് പകരം അയാൾ ചെയ്തെന്താ അറിയോ, ആദ്യം കുടിക്കൂ എന്നാൽ എനിക്ക് നിൽക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് മടവൂർ കണ്ട ട്രിക്ക് എന്താ വെച്ചാൽ, ഇയാൾക്ക് കക്കൂസിന് ഇറങ്ങാൻ നേരല്ല. ഇയാൾ ഓടുക ഇറങ്ങുക ഓടുക ഇറങ്ങുക ഓടുക ഇറങ്ങുക. വയറിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കക്കൂസിലായിരിക്കുമല്ലോ. അപ്പൊ ഇയാൾക്ക് കമ്പനിക്കും വേണ്ടി ഈ ആചാരി ദശമൂലാരിഷ്ടം കുടിച്ച് കഴിഞ്ഞാൽ അയാൾക്കും വയറിളക്കട്ടെ, ഞാൻ രണ്ടാക്കുമ്പോഴെ കക്കൂസിൽ നിങ്ങൾ വർത്താനം പറഞ്ഞ് കമ്പനി കൂടി നിന്ന് കണ്ട് കാര്യം സാധിക്കാലെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏതായാലും ആചാരെ കൊണ്ട് കുടിപ്പിച്ച് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയുള്ള ഇയാൾക്ക് വയറിളക്കം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, എല്ലാ അസുഖം ഉണ്ടാവും. മുദബ്ബിറുൽ ആലത്തിനൊന്നും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യനുണ്ടാകുന്ന ഒരു ദുർബലതയും ഒരു ശാരീരിക അവശതയും ഉണ്ടാകാൻ പാടില്ല. ഉറക്കുണ്ടാകാൻ പാടില്ല, മയക്കുണ്ടാകാൻ പാടില്ല. എപ്പോഴും കർമ്മനിരതരായിരിക്കണം, കക്കൂസ് പോയിരിക്കലല്ല മുദബ്ബിറുൽ ആലം. മനസ്സിലാക്കിക്കോ. കഴിഞ്ഞില്ല. ഇനി വേറൊരു മുരീദ് വേറെ അനുഭവം പറഞ്ഞിട്ടോ. ഇതൊക്കെ മുദബ്ബിറുൽ ആലുമായി ബന്ധപ്പെട്ട അനുഭവം കേട്ടോ. പടച്ചോനാക്കിയ ആ പടച്ചോന്റെ അനുഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോളി. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ വിറ്റ് ഞാൻ ചെന്ന് എന്നോട് പിന്നെ വർത്താനം ഞാനിങ്ങനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അന്നപ്പോൾ കരണ്ട് പോയപ്പോൾ കരണ്ട് പോയിട്ട് അപ്പോൾ മൂപ്പ എന്നെ കണ്ടാ വേഗം എന്നെ വിളിക്കും. അങ്ങനെ കരണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറ്റിയ വാങ്ങാണ്. ഞാൻ ചെന്ന് 2 മണിക്കൂറോളം ഞാൻ വീട് കൊടുത്തു. അന്ന് പവർ കട്ട് എന്ന് പറഞ്ഞാൽ പോയാൽ പിന്നെ വരില്ല. എപ്പോഴോ അത് അങ്ങനത്തെ ഒരു കട്ടുള്ള കാലം. കരണ്ടിനൊക്കെ ഭയങ്കര ക്ഷാമമുള്ള സമയമാണ്. അത് ഞാനെന്ത് ചെയ്തു മൂപ്പനോട് പറഞ്ഞു, മൂപ്പനോട് അമ്മട്ടി ഇനി പറഞ്ഞു പോയിക്കോ, ഇനി താഴത്തൊന്നും ആരെയും ഇങ്ങോട്ട് കയറ്റുന്നില്ല, ക്ഷീണം കൂടുതലാണ്, ഇനി പറഞ്ഞു പോയിക്കോ. അപ്പൻ എന്നോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന 1 or 2 കഷ്ണം പത്തിരി മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, പിന്നെ അവര് ഇളഞ്ഞി ജ്യൂസ് അടിച്ചു തരും, അത് കുടിക്കുമെന്നാണ്. എന്തൊക്കെ വേണം പറഞ്ഞത്. പവർ കട്ടായ സമയത്ത് എല്ലായിടത്തും കറണ്ട് പോയ സമയത്ത് ഇയാൾക്ക് വീശി കൊടുത്തു വന്നു. മുദബ്ബിറുൽ ആലത്തിന് വിശ്വരിത്തിന് വീശി കൊടുത്തു വന്നു. അപ്പൊ കേരളത്തിലെ പവർ കട്ട് പോലും നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയണില്ല. സ്വന്തം വീട്ടിലെ പവർ കട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാള് മുദബ്ബിറുൽ ആലമാണ്. അങ്ങനെ വീശി കൊടുത്തു. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാട്ടോ. അങ്ങനെ വീട്ടുകാരൻ പറഞ്ഞു, അയ്മുട്ടിയെ ഇതിന് പെയ്ക്കോ, താഴെ കുറെ ആൾക്കാരുടെ പോലെ നീ കയറ്റി വിടുന്നില്ല, കാരണം നല്ല ക്ഷീണത്തിലാണ്. ആര്? മുദബ്ബിറുൽ ആലം. അയാളെ കാണാൻ വന്നൊരു 10 ആളെ നോക്കാൻ പോലുള്ള ഉന്മേഷം അയാൾക്കില്ല. അയാളാണ് ആലം 18,000 നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. അല്ലാഹു അക്ബർ. ചൊല്ലി കൊടുക്കി പേര്. എന്നിട്ട് ഇയാൾ കൊണ്ടായ 1 or 2 പത്തിരി മാത്രമേ തിന്നിട്ടുള്ളൂ. മടവൂര് പറയണേ, ഇജ്ജ് കൊടുന്ന 1 or 2 പത്തിരി മാത്രമേ ഞാൻ തിന്നിട്ടുള്ളൂ, ഭക്ഷണം കഴിക്കാനൊന്നും സാധിക്കണില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്നാ പിന്നെ ഞാൻ കുറച്ച് ഇളനീര് ജ്യൂസാക്കി തരട്ടെ. അപ്പൊ ആയിക്കോട്ടെ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മുദബ്ബിറുൽ ആലത്തിന്റെ ചുണ്ടിങ്ങനെ പൊളത്തിയിട്ട് ഇങ്ങനെ സ്പൂണിലാക്കി ഇളനീർ ജ്യൂസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് റാഗി വിറകി കൊടുക്കണമാര് ഈ ചുണ്ടുകൂടി ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റേ ചുണ്ടുകൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും മുദബ്ബിറുൽ ആലം. അന്തണ്ട ചങ്ങായിമാരങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ തലച്ചോറ് നായി നോക്കി പോയതാ തന്നെ. ഒരു ഉളുപ്പില്ലാതെ വന്ന് പറയണ്ടല്ലോ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളതൊക്കെ. അതെന്റെ അത്ഭുതം. കഴിഞ്ഞില്ല. ഇനി മുദബ്ബിറുൽ ആലത്തിന്റെ വേറെ സംഭവം കിട്ടോളി. ഒരിക്കൽ മഹാനവർകളെ മടവൂര് ചിറ്റരുമീത്തൽ വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് മഹാനവറുടെ ഉമ്മ ക്ഷണിച്ചു. ഞങ്ങളെല്ലാവരും മഹാനവർകളെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടുന്ന് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് പോര്, ഇത് ആരുടെയോ വീടല്ലേ, ഇവിടെ താമസിക്കുന്നതിന് നമ്മുടെ വീട്ടിൽ താമസിച്ചുകൂടെ എന്ന് ചോദിച്ച സമയത്ത്, ആ കാലത്ത് ഇവിടെ ഈ ചിറ്റരുമീത്തൽ വീട്ടിലേക്ക് റോഡ് മാർഗം വഴി പരിപൂർണമായിട്ടില്ലായിരുന്നു. ഒരു 150 മീറ്ററോളം ഇടവഴിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മഹാനവറുകളോട് ഉമ്മ പറഞ്ഞ സമയത്ത് മഹാനവറുകൾ മറുപടി പറഞ്ഞു, എനിക്ക് റോഡ് മാർഗം വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത്, എൻ്റെ കണ്ണിന് അല്പം കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ട് ആ ഇടവഴിക്ക് അങ്ങോട്ട് വരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞു. മഹാനവറുകളുടെ ഉമ്മ, മഹാനവറുകൾ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ കിടന്ന കാലത്ത് മഹാനവറുകളുടെ ഉമ്മ ഒന്ന് ചോദിച്ചു, അല്ല മഹാനവറുകള്, ചിറ്റരുമീത്തലിൽ നമുക്കൊരു വീടുണ്ടല്ലോ, ആട് വന്ന് കിടന്നുകൂടെ? അപ്പൊ മൂപ്പര് പറയാ, അവിടെ റോഡൊന്നും ആയിട്ടില്ലല്ലേ, ഇടവഴിയല്ലേ, നിങ്ങൾക്ക് കണ്ണൊന്നും കാണൂലപ്പ, അടക്ക വെച്ചെത്തി മൂടി കഴിഞ്ഞാല് മുദബ്ബിറുൽ ആലം ഒരു മൂലക്കായി കഴിഞ്ഞവരെ ലോകം ആരും നിയന്ത്രിക്കും.
ഈ ഭരണ മഹാനവറുകൾ ആരാന്നറിയോ? അത് മഹാനവറുകളുടെ അനിയനായ സൈനുദ്ദീൻ മുസ്ലിയാരുടെ മകനായ മഹാനായ CM അബൂബക്കർ സഖാഫിയാണ് ഈ മഹാനവറുകൾ. ഏരണം കെട്ട ജാതികള്. മുദബ്ബിറുൽ മൂക്കും കുത്തി വീഴും ഇടവയിൽ നടന്നാല്. ഇതാണോടോ മുദബ്ബിറുൽ ആലം? ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് ഇപ്പത്. കഴിഞ്ഞില്ല. കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ലോകത്തുള്ള ആരെ മനസ്സിലുള്ള കാര്യം അറിയും. മടവൂര് മുദബ്ബിറുൽ ആലമാണല്ലോ. ആ മടവൂരിന് സ്വന്തം ഒപ്പം നടക്കുന്ന ആളെ മനസ്സ് പോലും അറിയാൻ കഴിഞ്ഞില്ല. കേട്ടോളി. ചേകനൂർ ബാക്കവിയും അതുപോലെ തന്നെ ഇ കെ ഹസ്സൻ മുസ്ലിയാരും മഹാനരായ ശൈഖുൽ മശായിഖ് റഈസുൽ മഹ്ബൂബീൻ സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ആലം അശ്ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളും ശൈഖുനയും ഇ കെ ഹസ്സൻ മൗലവിയും ചേകനൂരും കൂടി മഹാനരായ വടകര മുഹമ്മദാജി തങ്ങളു പാപ്പ അള്ളാഹു കൊടുത്ത ബറക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വടകര തങ്ങളു പാപ്പയെ കാണാൻ പോയൊരു സംഭവമുണ്ട്. അന്ന് വടകര തങ്ങളു പാപ്പയുടെ അവസ്ഥ എന്താണ്? കാണുന്ന പള്ളികളിലൊക്കെ കയറും, 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് അവിടെ നിന്നൊരു ദ്വാരക്കും. പിന്നെ തൊട്ടടുത്ത പള്ളിയിൽ പോവും, അവിടെ കയറും, 2 റക്അത്ത് കരിക്കും, ദ്വാരക്കും. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളെയും കൂട്ടിയിട്ട് പോയിക്കാണ് ഇവിടേക്ക്. അസ്സമോലിയരെ സഹപാഠിയായിരുന്നല്ലോ ആര്? നമ്മുടെ ബാക്കിയാത്തിൽ ചേകനൂർ മൗലവി. അപ്പൊ അയാളൊന്ന് സുന്നിയൊക്കെ ആയിട്ട് ഇങ്ങനെ അഭിനയിച്ചിരുന്ന കാലം, പുറത്തേക്ക് സുന്നിയാണ്. അപ്പൊ ഈ പറഞ്ഞ ചേകനൂർ മൗലവിയും അസ്സമോലിയരും ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയും ഉണ്ട്. 3 പേരും കൂടി പോവുകയാണ് വടകര കാണാൻ, വടകര മുഹമ്മദാജി തങ്ങൾ പാപ്പാനെ കാണാൻ. അങ്ങനെ ഓരോ പള്ളികളിലും കയറും, വടകര ഓറിങ്ങനെ നിസ്കരിക്കും, ദ്വാരക്കും. പിന്നെ പോയിരുന്നിട്ട് ഇവരിങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയും. ചേകനൂരും ടീമൊക്കെ അസ്സലാമു അലൈക്കും. വടകര ഓർ മറുപടി അറിയില്ല, വടകര തങ്ങൾ പാപ്പ പ്രതികരിക്കില്ല. ഒരു 3-4 പള്ളികൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചേകനൂരും എൻ്റെ തനിനിറം പുറത്തോട്ട് ഓൻ പറഞ്ഞു, ഞാൻ അല്ലാത്ത അന്തപ്പെടും, അപ്പം നിങ്ങൾ പോയിക്കോളെ, ഞാൻ എൻ്റെ വൈക്ക് വീണ് കയറും. ഓനോൻ്റെ വൈക്ക് പോയി. പിന്നെ അടുത്ത പള്ളിയിൽ കയറി നോക്കുമ്പോൾ ഇ കെ ഹസ്സൻ മൗലവിയും ശൈഖുനയും മാത്രമേ ഉള്ളൂ. സലാം വീട്ടി. ആര്? വടകര ഓർ നിൽക്കാനും കഴിഞ്ഞ് സലാം വീട്ടി, നിസ്കാരത്തിന് സലാം വീട്ടി. അപ്പൊ ഇവര് പറയുന്നത് അസ്സലാമു അലൈക്കും. ഉടനെ വടകര തങ്ങൾ പാപ്പ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്നിട്ട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പച്ച കാഫിർ എവിടെ പോയി? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാഞ്ഞ നിങ്ങളെ കൽബാകാമെന്നോവർ. നിങ്ങൾ ചിന്തിക്കണം, ഇയാളെ മനസ്സിന്റെ ഉള്ളിലുള്ള മശായിഖന്മാരോടുള്ള വിരോധം, വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കാത്തവൻ. അത് മഹാനരായ വടകര തങ്ങൾ പാപ്പ പരസ്യമായിട്ട് ചോദിക്കുക, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കാഫർ അവിടെ പോയി. ചേകനൂർ പഴിച്ചു പോണതിന് മുമ്പ് അയാൾ ബാക്കവിയായ കാലത്ത്, പല കൂട്ടത്തിലിരുന്ന കാലത്ത് ചേകനൂരും പിന്നെ വേറെ കൊല കൊമ്പൻ ഇ കെ ഹസ്സൻ മൗലവിയും മടവൂരും കൂടി വടകര മുഹമ്മദാജിനെ കാണാൻ വേണ്ടി പോയി. ഈ മുഹമ്മദാജി ആരാന്ന് മനസ്സിലായോ? മടവൂരിന്റെ കീഴിലാട്ടോ. മടവൂരിന്റെയും കീഴിലാണ് മുഹമ്മദാജി. അത് അടിവരട്ട് മനസ്സിലാക്കിക്കോളി. അപ്പൊ പോയിട്ട് പല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇവര് അസ്സലാമു അലൈക്കും എന്ന് പറയും, മുഹമ്മദാജി കൊണ്ടുവരാം. അപ്പൊ എന്താ അതിന്റെ കാര്യം? അവസാനം ചേകനൂർ വഴി പിരിഞ്ഞു പോയി, പല കൂട്ടത്തിന് പോയി. അപ്പൊ മുഹമ്മദാജി പറയാണ്, ആ ഭാവിയിൽ കാഫറാകും ചേകനൂർ എന്നുള്ള മുഹമ്മദാജിക്ക് അറിയായിരുന്നു, മടവൂരിന് അത് അറിയില്ലായിരുന്നു. മനസ്സിലായ? ആ ഭാവിയിൽ കാഫറായി പോകാനുള്ള ഈ ചേകനൂരിനും കൂട്ടിയിട്ടാണ് ആ ഹസ്സൻ മൗലവിയും മടവൂരും കൂടി മുഹമ്മദാജിന്റെ പിന്നാലെ നടക്കുന്നത്. അപ്പൊ മടവൂരിന് മനസ്സിലാകാത്തതും മുരീദായ മുഹമ്മദാജിക്ക് മനസ്സിലായി, ചക്കനെ കാട്ടിയും വലിയ ചക്കക്കുരു. ഇയാളാണോടോ മുദബ്ബിറുൽ ആലം? ഇയാളെ കുറിച്ചാണോ കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ മനസ്സിലുള്ളതും അറിയുന്നത്? സ്വന്തം കൂടെ നടക്കണ ഒരു കാഫറിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല ഇയാൾക്ക്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇത് ക്ലിപ്പിട്ടാ തീരൂല. 100 കണക്കിന് ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. ഈ മടവൂരിന്റെ ദുർബലത, ഒരു സാധാരണ പടപ്പിന്റെ ശാരീരിക ശേഷി പോലും അന്തം പോലും ഇച്ചങ്ങായിക്കില്ലായിരുന്നു, അയാളെ പടച്ചോനാക്കിയിട്ടുണ്ട്. അങ്ങനെ പടച്ചോനാക്കി പാട്ടിറക്കിയപ്പോ അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിൽ അവർ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞ് വിരകണ് കുരുവട്ടൂരി ദജ്ജാലുകൾ. അപ്പൊ ഒരു ഭാഗത്ത് വിരകി നോക്കുമ്പോ മറുഭാഗത്ത് അതിന് ഡബിൾ സ്ട്രോങ് ഉള്ള പാട്ട് മറ്റേ ടീം തന്നെ. കേട്ടോളി. ധീരമായി പറഞ്ഞിടൂ ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരടാ, ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരടാ. പേടി വേണ്ട നമ്മിലെ ശൗര്യം മടവൂരടാ, പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ, പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ. ഈ മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ, ബാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ, എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ, എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ. അനാനിയത്ത് നെയ്ത് 4 ദിക്ക് നൂറതാക്കിയേ,
അനാനിയത്ത് നെയ്ത് 4 ദിക്ക് നൂറതാക്കിയേ നയം സ്വയം അനല്ല ചൊല്ലി ജഗമടക്കി ഭരണമേ നയം സ്വയം അനല്ല ചൊല്ലി ജഗമടക്കി ഭരണമേ. സുഹൃത്തുക്കളെ, കേട്ടിട്ട് ഞെട്ടണത്. കക്കൂസിലിരിക്കുമ്പോ റൊട്ടി നിർത്തിറിഞ്ഞപ്പോ ഞാൻ ഇതിനാണ് കുത്തി തിന്നും, എന്താ ചെയ്യാന്ന് ചോദിച്ച മാതിരിയാണ് ഇപ്പത്. ആദ്യത്തെ പാട്ടിന്റെ ഡബിൾ സ്ട്രോങ് ആണത്. എന്തൊക്കെയാണ് ഈ പാട്ടിൽ ഈ ദജ്ജാലുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്? ധീരമായി പറഞ്ഞിടൂ ആലമിൽ മുദബ്ബിർ ശൈഖ് മടവൂരടാ. കഴിഞ്ഞില്ല. ബാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ. ബാങ്ക് കൊടുക്കുമ്പോൾ എന്റെ നാമ മുഴങ്ങിടുന്നു. അപ്പൊ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കേട്ടിട്ടായിരിക്കും പറയണത്. ഇനി ബാങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ടല്ലോ, മടവൂരിന്റെ പേര് മുഹമ്മദ് അബൂബക്കർ എന്നല്ലേ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ കുരുവട്ടൂരിൽ കൊണ്ട് വരണ്ട. അതിനിപ്പോ എന്താ അത്ഭുതം? ഇവിടെ 100,000 മുഹമ്മദ്മാരില്ലേ? അപ്പൊ അവരാരെയും പറയലുണ്ടോ ബാങ്കിൽ എന്റെ പേരാ കേൾക്കണമെന്നുള്ളത്? ആ ബാങ്കുലി മുഴങ്ങുമ്പോ എന്റെ പേരെന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നതാണ് മടവൂർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. അടുത്ത വരി, അനാനിയത്ത് നെയ്ത് 4 ദിക്ക് നൂറതാക്കിയേ നയം സ്വയം അനല്ല ചൊല്ലി ജഗമടക്കി ഭരണമേ. എന്താ അതിന്റെ അർത്ഥം? അനല്ല എന്ന് പറഞ്ഞ് ജഗം മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കണം മടവൂര്. എങ്ങനെയാണോ നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കാനി? നിങ്ങളൊന്ന് വരി വ്യാഖ്യാനിക്കാന്. നിങ്ങളിത് വ്യാഖ്യാനിച്ച് സ്വയം വഷളാകാൻ നിൽക്കണ്ട. നിങ്ങൾക്കുള്ള എളുപ്പപ്പണി ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇസ്ലാമിന് ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ മടവൂർ മതക്കാരാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ നിങ്ങള് മടവൂരൻ ഞങ്ങളെ പടച്ചോന് യാതൊരു സംശയം നിങ്ങൾ പറഞ്ഞോളി. ഞങ്ങളെ പടച്ചോന് മടവൂരാണ്. എന്നിട്ട് ഈ അണ്ണന്മാര് കടവുളേന്ന് വിളിക്കണ മാതിരി നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ മടവുളേന്ന് വിളിച്ചോളി. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾ ഇസ്ലാമാന്ന് പറയല്ലേ. നിങ്ങൾക്ക് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. മുസ്ലിം പേരുണ്ടായതുകൊണ്ടോ തലപ്പ് മുറിച്ചതുകൊണ്ടോ മുസ്ലിം ആവൂല. ഈ മടവൂരിനെ കുറിച്ച്, മടവൂരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. മടവൂരൊന്ന് കണ്ണടച്ചാൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അവതാളത്തിലാകും. മടവൂർ അറിയാതെ ഇവിടെ ഇല പോലും അനങ്ങില്ല. മടവൂരാണ് ആലം 18,000 നിയന്ത്രിക്കുന്നതെന്ന വാദം നിങ്ങൾക്കുണ്ടോ? അത് കാന്തപുരത്തെ വലിയ വാതിരിയായാലും കുരുവട്ടൂരിലെ കുട്ടിപ്പാതിരിമാരായാലും നിങ്ങൾക്ക് ഇസ്ലാമിന് യാതൊരു ബന്ധമില്ല. നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണ്. നിങ്ങൾ വേറൊരു മതം ഉണ്ടായിക്കോളി, മടവൂർ മതം. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഏത് ദ്വീപ് പോയിട്ട് അവിടെ ജീവിച്ചോളി. അവിടെ ഈ മടവൂരിന്റെ മുൻകാലം അറിയാത്ത ആൾക്കാരുണ്ടോ? മുൻകാല ചരിത്രം ഞങ്ങൾക്കിപ്പോൾ അറിയാലോ. മടവൂർ വളരെ ദുർബലനായിരുന്നു, വയറിളക്കം ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു, എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണ ഒരു മനുഷ്യന്റെ അന്തം കേൾപ്പോ അയാൾക്കില്ലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഈ മടവൂരിനെ കുറിച്ച് നിങ്ങൾ മുദബ്ബിറുലാലമൊക്കെ ആക്കി കഴിഞ്ഞാല് അരക്ക് താഴെ തളർന്നവനെ പിടിച്ചിട്ട് ഒളിമ്പിക്സിന് ഓട്ട മത്സരത്തിൽ ഇറങ്ങിച്ച് അങ്ങനെ ഉണ്ടാവും. അതുപോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ദ്വീപിലൊക്കെ പോയിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ മടവൂർ മതക്കാരാണെന്ന് പറഞ്ഞ് ജീവിച്ചോളി. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇയാൾ പടച്ചോനുമല്ല, ഒരു പടപ്പിന്റെ ഒരു ശാരീരിക ക്ഷമത പോലും ഇയാൾക്കില്ലായിരുന്നു. ഇയാൾ തനി എൻഡോസൾഫാൻ എന്ന് അയാളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ കേരള മുസ്ലിം സമൂഹത്തിലെ എൻഡോസൾഫാനാണ് മടവൂര്. അങ്ങനെയാണല്ലോ. ഈ എൻഡോസൾഫാൻ തെളിച്ചിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇപ്പോഴും അവിടെയുള്ള ആളുകൾ അതിന്റെ കെടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞ പോലെ ഈ മടവൂര് ഒടുങ്ങിയിട്ട് 10-34 കൊല്ലായി. ഇപ്പോഴും ഇതിന്റെ കെടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്, ഈ ഖുറാഫി സമൂഹം. ഈ മടവൂരിന്റെ പേരിലാണ് ഇപ്പൊ ഈ ചിന്ന ഭിന്നമായി തമ്മ് തെച്ചുകൊണ്ടിരിക്കുന്ന ഈ കൗമ്. അപ്പൊ ഇത് തനി എൻഡോസൾഫാനാണ്. പടച്ചോനാക്കാൻ പോയിട്ട് ഒരു പടപ്പിന്റെ ക്വാളിറ്റി പോലും ചങ്ങായിക്കില്ല. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന പല വീഡിയോകളും നമ്മളിത് ബോധ്യപ്പെടുത്തി തരും. ഈ മടവൂർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഇയാൾക്ക് കറാമത്തൂല, കറാമ്പുറപ്പൂല, ഒരു കുന്തൂല ഇയാൾക്ക്. ഇയാളെ പേരിൽ വെച്ച് കെട്ടി ചാർത്തിയ ഷെയ്ത്താന്റെ ഇൽഹാമോട് കൂടി ഈ അനുയായികൾ വെച്ച് കെട്ടി ചാർത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കഥകളാണ്. ഇയാളെക്കാട്ടി ക്വാളിറ്റി ഉണ്ടായിരുന്നു ബാലരമയിലെ മായാവിക്ക്. ഇത് നമ്മൾ ഓരോന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.